ഫുൾ ഡേ ഇല്ലേ, 2-3 ബോട്ടിൽ വെള്ളം വേണ്ടി വരുമല്ലോ കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു വലിയ പാത്രത്തിൽ വെള്ളമെടുത്ത് തിളപ്പിക്കാനായിട്ട് ഗ്യാസിലേക്ക് വെച്ചു. ഒഴിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തണുക്കണമെന്നില്ല. സ്റ്റീലിൻ്റെ 3 ബോട്ടിലുകൾ ഇന്നലെ തന്നെ കഴുകി വെച്ചിരുന്നു. ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് തണുക്കാനായിട്ട് വെള്ളത്തിലിട്ടു. അടുപ്പ് കത്തിച്ച് കഞ്ഞിക്കലം അടുപ്പത്ത് വെച്ചു. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉണ്ണാനില്ലാത്തതുകൊണ്ട് അവൾ ചോറിന് വെള്ളം പോലും ഇട്ടില്ലെന്ന് പറയരുതല്ലോ. ഫ്രിഡ്ജിൽ നിന്നും ദോശമാവ് എടുത്ത് പുറത്തു വെച്ചു. എത്ര നേരത്തെ പോയാലും ഹരിയേട്ടൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടേ ഉറങ്ങുമെന്ന് ഇന്നലെ തന്നെ ആള് പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ അസിഡിറ്റി പ്രശ്നം ഉണ്ടാകുമത്രേ. എൻ്റെ അവസ്ഥ യാത്രയൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് എന്താണെന്ന് അറിയാനും വയ്യ. ഈ എക്സാം ടൈമിലെ ടെൻഷനൊക്കെ വരുമ്പോൾ അസിഡിറ്റി പ്രശ്നം എനിക്കും ഉണ്ടാകാറുള്ളതാണ്. അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. തേങ്ങ എടുത്ത് ചിരവി വെച്ചു. ചമ്മന്തി ഉണ്ടാക്കാൻ ചെറിയുള്ളിയും വറ്റൽമുളകും തേങ്ങയും ചേർത്ത് അമ്മിയിൽ അരച്ചെടുത്തു. അമ്മ എണീറ്റ് വന്നില്ല. അതൊന്ന് കലക്കി കടുക് വറുത്ത് എടുത്താൽ മതി. പക്ഷെ ചെയ്യാനൊരു മടി. ഞാൻ ചെയ്ത ഇഷ്ടമാകില്ലെന്ന് ഉറപ്പാണ്. ഇതിപ്പോൾ സമയം 5 ആകാറായി. ഇനിയും വൈകിയ എങ്ങനെ 5:30 ഇറങ്ങും? കറിവേപ്പിലയും വറ്റൽമുളകും കടുകും എടുത്തു വെച്ചു. കുറച്ച് ഉഴുന്നുപരിപ്പെടുത്ത് കഴുകി വെച്ചു. ഹരിയേട്ടൻ്റെ അമ്മ ഉഴുന്നുപരിപ്പിട്ടാണ് ചമ്മന്തിക്ക് കടുക് വറുക്കുന്നത്. എൻ്റെ അമ്മയാണേൽ അതിന് പകരം ചെറിയുള്ളി ചെറുതായി അരിഞ്ഞിടും. അതിനാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ അമ്മയാണെങ്കിൽ ഉഴുന്ന് കഴുകുന്നത് കൂടി കണ്ടിട്ടില്ല. പാത്രത്തിൽ വച്ചിരിക്കുന്ന ഉഴുന്ന് അങ്ങനെ വാരി എണ്ണയിലിടുന്നത് കാണാം. രണ്ടും കൽപ്പിച്ച് കലക്കി കടുക് വറുത്തെടുക്കാമെന്ന് കരുതി നിൽക്കുമ്പോഴാണ്ട് അമ്മ എണ്ണീറ്റ് വരുന്നുണ്ട്. ആ, മക്കളെ നേരത്തെ എണ്ണീറ്റോ? അലസമായിട്ടൊരു ചോദ്യം. ഹാ അമ്മേ, 5:30 കാറ് കൊണ്ടുവരുമെന്നാ പറഞ്ഞത്. അമ്മയൊന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ ഗ്യാസിൻ്റെ അടുപ്പിന് മുന്നിൽ നിന്ന് മാറി നിന്നു. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി കേട്ടോ. ഹരിക്കാണേ ഒന്നും തിന്നാതെ പോകാനും ഒക്കൂല. ഇനിയിപ്പോൾ എപ്പോഴാ? നേരെ ഒരുപാടായില്ലേ. ചമ്മന്തി ഉണ്ടാക്കാം. നീ ഇത്തിരി തേങ്ങ ചിരകി വെക്ക്. ഞാൻ തേണ്ടേ അരച്ച് വെച്ചമ്മ. ഞാൻ തേങ്ങ അരച്ച് വച്ചേക്കുന്ന പാത്രത്തിൻ്റെ അടപ്പെടുത്ത് കാണിച്ചു കൊടുത്തു. ഓ, ഇതെന്തിനാ അരച്ചേ? ഞാൻ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കാമെന്നാ വിചാരിച്ചേ. എവിടെയെങ്കിലും പോകുമ്പോൾ ഹരിക്ക് അതേ പറ്റൂ. ഒരു കാര്യം ചെയ്യ്, ഇതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. നാളെ രാവിലെ എടുത്ത് കടുക് വറക്കാം. വേറെ തേങ്ങ ചിരകിക്കോ. ഞാനേ ഫ്രിഡ്ജിൽ നിന്ന് പച്ചമുളക് എടുത്തുകൊണ്ട് വരട്ടെ. ഞാൻ അരച്ച് വെച്ചതൊന്ന് നോക്കിയിട്ട് മുഖം വീർപ്പിച്ച് വെച്ച് ഇത്രയും പറഞ്ഞ് ഫ്രിഡ്ജിനടുത്തേക്ക് അമ്മയൊരു പോക്ക്. മനഃപൂർവ്വമാണിത്. അവരോട് ചോദിക്കാതെ ചെയ്തതിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും മിണ്ടാൻ പറ്റില്ലല്ലോ. എങ്കിൽ ഈ യാത്ര കൂടി മുടക്കും ആശാത്തി. ഞാനൊന്ന് നെടുവേർപ്പിട്ട് ദേഷ്യവും സങ്കടവും ഒക്കെ അടക്കി നിർത്തി. നേരത്തെ പൊട്ടിച്ച തേങ്ങയുടെ ഒരു മുറി ബാക്കിയുണ്ടായിരുന്നു. അതെടുത്ത് ചിരകി വച്ചപ്പോഴേക്കും അമ്മായി പച്ചമുളക് എടുത്തിട്ട് വന്നു. അതും ചെറിയുള്ളിയും തേങ്ങയും കൂടി പിന്നെയും അമ്മിക്കല്ലിൽ തന്നെ അരച്ചെടുത്തു. പാല് തിളപ്പിച്ച് വന്നപ്പോഴേക്കും വെള്ളം നന്നായി തിളച്ചിരുന്നു. അതിന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തു. ഫാനിന് ചുവട്ടിൽ കൊണ്ടുവച്ചു. കുറച്ച് തണുത്തിട്ട് ബോട്ടിലാക്കാം. അപ്പോഴേക്കും അമ്മായി ചമ്മന്തി കടുക് വറുത്തിരുന്നു. അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്തു വച്ചിരുന്ന സാധനങ്ങളൊന്നും തൊട്ട് നോക്കിയിട്ടില്ല. അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ച് ഞാൻ റൂമിലേക്ക് പോയി. ഞാൻ റൂമിലെത്തുമ്പോഴേക്കും ഹരിയേട്ടൻ തയ്യാറായിരുന്നു. ഞാനും പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി. വെള്ളമൊക്കെ എടുത്തൊരു ചെറിയ ട്രാവൽ ബാഗിനകത്താക്കി. ദോശയുണ്ടാക്കി. ഹരിയേട്ടൻ ഒരെണ്ണമേ കഴിച്ചുള്ളൂ. വിശപ്പൊട്ടും തോന്നിയില്ലെങ്കിലും ഞാനും കഴിച്ചു ഒരെണ്ണം. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജേഷ് ഏട്ടൻ്റെ വിളി വന്നു. പെട്ടെന്ന് കഴിച്ചെണ്ണീറ്റു. ചൂട് ചായ എങ്ങനെയൊക്കെ ഊതി കുടിച്ച് പെട്ടെന്ന് ഇറങ്ങി. പോകുന്ന നേരം വരെയും അമ്മായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് തന്നെയായിരുന്നു മനസ്സിൽ. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, സൂക്ഷിച്ചു പോണേ മോളെ, എടാ എൻ്റെ കൊച്ചിനെ നോക്കിക്കോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് തൊട്ടും തലോടിയും ഉമ്മ വെച്ചും ഒക്കെയാണ് യാത്രയാക്കിയത്. ഇനി തിരികെ വരുമ്പോഴേക്കും എന്തെങ്കിലും കരുതി വച്ചിരിക്കോ ആവോ. രാജേഷ് ഏട്ടനെയും ആതിരയും നേരത്തെ പരിചയമുള്ളതുകൊണ്ട് എനിക്ക് അവരോടൊപ്പമുള്ള യാത്ര അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. രാജേഷ് ഏട്ടൻ പിന്നെ നിർത്താതെ സംസാരം തന്നെയായിരുന്നു. ഹരിയേട്ടന് മോശമായിരുന്നില്ല. എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് അവർ കാർ യാത്രയുടെ വിരസതയൊക്കെ മാറ്റിക്കളഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ അമ്പലങ്ങളിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സ് നിറഞ്ഞു തൊഴുതു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹരിയേട്ടൻ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചു. അമ്മായിക്ക് എന്നോടുള്ള വിരോധം അതെന്തു തന്നെ ആയാലും മാറ്റിത്തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു കുടുംബത്തിൻ്റെ സന്തോഷം ആ വീട്ടിലുള്ള എല്ലാവരെയും ആശ്രയിച്ചല്ലേ ഉള്ളത്. വീട്ടിലുള്ള ഓരോരുത്തരുടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും വേണ്ടേ അവിടെ സന്തോഷവും സമാധാനവും രൂപപ്പെടാൻ. അതിലൊരാളുടെ വാക്കോ പ്രവൃത്തിയോ മോശമായ കൂടെയുള്ളവരെയും സാരമായത് ബാധിക്കും. പ്രത്യേകിച്ച് ഒരു കൂരയ്ക്ക് കീഴെ കഴിയുന്നവരാകുമ്പോൾ. അമ്മായിയുടെ ഒളിച്ചും പാത്തുമുള്ള പറച്ചിലുകൾ കേട്ട് എത്ര നാളാണ് എനിക്ക് പിടിച്ചു നിൽക്കാനാകുക. കേൾക്കേണ്ടെന്ന് കരുതിയാലും പറയുന്നത് എന്നെക്കുറിച്ചെന്ന് ഓർക്കുമ്പോൾ അറിയാതെ ശ്രദ്ധിച്ചു പോവും. എന്തു പറഞ്ഞാലും അതെന്നെ ബാധിക്കുന്നില്ലെന്ന് കരുതാൻ ശ്രമിച്ചാലും പറ്റണ്ടേ.
ഇപ്പം തന്നെ ഞാനവരെ മനസ്സുകൊണ്ട് വെറുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും എത്ര നാൾ അവിടെ ജീവിക്കേണ്ടതാണ് ഞാൻ? അറിയാതെ ഞാനും എന്തെങ്കിലും പറഞ്ഞു പോയാലോ? ഒരു വാക്കുകൊണ്ട് നശിച്ചു പോകുന്നത് എൻ്റെ ജീവിതം തന്നെ ആയിരിക്കും. എൻ്റെ അച്ഛൻ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ കാണില്ല. അതുകൊണ്ട് മാത്രമാണ് അവരുടെ മനസ്സ് മാറണേന്നുള്ള പ്രാർത്ഥന. എല്ലാവരെയും പോലെ വീട്ടിലെ അംഗങ്ങളെല്ലാം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്നൊരു വീടാണ് എൻ്റെയും സ്വപ്നം. ജനിച്ച് 21 വയസ്സ് വരെ എൻ്റെ ആ ആശ നടന്നിട്ടില്ല. കല്യാണശേഷമെങ്കിലും അത് നടക്കണമെന്നൊരു മോഹമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പ്രാർത്ഥന. അമ്പലപ്പുഴയും തിരക്കുണ്ടായില്ല. നടയിൽ നിന്ന് കണ്ണനെ തൊഴുമ്പോൾ കണ്ണ് നിറഞ്ഞു തുളുമ്പിപ്പോയിരുന്നു. തൊഴുതിറങ്ങുമ്പോൾ ഹരിയേട്ടൻ തോളിൽ കൈയിട്ട് എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചു. ആളത് കണ്ടതിൽ ചമ്മൽ തോന്നിയെങ്കിലും ഞാനൊന്നും മിണ്ടിയില്ല. മനസ്സറിഞ്ഞ് തൊഴുമ്പോൾ കണ്ണം അറിയാതെ നിറഞ്ഞു പോകുമല്ലോ, എനിക്കുണ്ട് അസുഖം എന്നും പറഞ്ഞ് ആൾ കണ്ണ് ചിമ്മി ചിരിച്ചപ്പോൾ ഞാനും ആ ചിരിക്കൊപ്പം ചേർന്നുപോയി. അമ്പലപ്പുഴയിൽ നിന്നും കിട്ടിയ പാൽപ്പായസം പണ്ട് കഴിച്ചതിലും രുചിയുണ്ടെന്ന് തോന്നി. കാറിൽ കയറിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കരുതിയിരുന്നതിൽ നിന്ന് ഞാനും അർച്ചനയും വീണ്ടും എടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോൾ കൊതിച്ചികളെന്നും പറഞ്ഞ് ഹരിയേട്ടനും രാജേഷേട്ടനും ഞങ്ങളെ കളിയാക്കി കൊന്നു. അതും ഒരു രസമായിരുന്നു. ചക്കുളത്ത് കൂടി തൊഴുതിറങ്ങിയപ്പോൾ നേരം വൈകി. വൈകിട്ട് 6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ തിരികെ എത്താമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അതെന്തായാലും ഇല്ലാതായി. മീനുവിൻ്റെ അവിടെ ഇന്നല്ലേ വിരുന്നിന് ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനി പറ്റില്ലെന്ന് ഓർത്തപ്പോൾ എനിക്ക് ടെൻഷൻ തുടങ്ങി. അവരൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും, ചെന്നില്ലെങ്കിൽ മോശമല്ലേ? അതിനിടയിൽ കയറുന്ന റോഡിലൊക്കെ നല്ല ബ്ലോക്കും. വിരുന്നിൻ്റെ കാര്യം രാജേഷേട്ടനോടും പറഞ്ഞിരുന്നു. ആളതുകൊണ്ട് ബ്ലോക്കില്ലാത്തടത്തൊക്കെ സാമാന്യം വേഗതയിൽ തന്നെ കാർ ഓടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വേഗതയിൽ ഓടിക്കുന്നതിനിടയിലാണ് ഒരിട റോഡിൽ നിന്നും ഒരമ്മാവൻ വേഗത്തിൽ വരുന്ന കാറിന് വെറുതെ ഒന്ന് കയ്യും കാണിച്ചിട്ട് അമ്മാവൻ്റെ പഴയതോ സ്കൂട്ടറും കൊണ്ട് റോഡിന് കുറുകെ കയറിയത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നില്ലേ. കാറാണെങ്കിൽ വേഗത്തിലും. രാജേഷേട്ടൻ അയാളെ ഉറക്ക ചീത്ത വിളിച്ചുകൊണ്ട് ബ്രേക്കിലേക്ക് ആഞ്ഞു ചവിട്ടി. പക്ഷെ വൈകിപ്പോയിരുന്നു. കാറ് വന്ന് മുട്ടി സ്കൂട്ടറിലിരുന്ന അമ്മാവൻ മുകളിലേക്ക് തെറിച്ചു പോകുന്നത് കണ്ടതും ഞാൻ കണ്ണ് രണ്ട് പൂട്ടിക്കൊണ്ട് അയ്യോ എന്നുറക്കെ വിളിച്ചുപോയി. ഞാൻ മാത്രമല്ല, ആതിരയും ഹരിയേട്ടനും രാജേഷേട്ടനും ഒക്കെ നന്നായി ഭയന്നിരുന്നു. ആതിര ആ കാഴ്ച കണ്ടിട്ട് എൻ്റെ വലത് കൈക്ക് മുകളിൽ പിടിച്ച് അവളുടെ ഇടത് കൈയുടെ മുറുക്കത്തിൽ നിന്ന് തന്നെ അറിയാം അവൾ എത്രമാത്രം പേടിച്ചിട്ടുണ്ടെന്ന്. ആ അമ്മാവൻ തെറിച്ചു പോകുന്നത് ഒരു നോക്കേ കണ്ടുള്ളൂ. എങ്കിലും പേടിച്ചിട്ട് അറ്റാക്ക് വന്ന് ചത്തുപോകുമോ എന്ന് വരെ തോന്നിപ്പോയി എനിക്ക്. ദൈവസഹായം കൊണ്ടാവണം പുള്ളിക്കാരന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. എന്ന് മാത്രമല്ല, നിലത്ത് വീണ അമ്മാവൻ അനിൽക്കുമ്പിളെ എറിഞ്ഞ ഗൂഗ്ലി പോലെ ബൗൺസ് ചെയ്ത് ഏതൊക്കെയോ ഡയറക്ഷനിൽ കൂടി കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെ കാറിനടുത്തേക്ക് തന്നെ ഓടി വരുന്നുണ്ട്. ഞങ്ങളെ ചീത്ത പറയാനുള്ള വരവാണിൽ കൂടി ആ വരവ് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പോയ ജീവൻ ഏത് വഴിയൊക്കെയോ തിരികെ വന്ന് ദേഹത്ത് കയറി. പക്ഷെ ഞങ്ങളെ ചീത്ത പറയാൻ നിന്ന അമ്മാവൻ കാറിനടുത്ത് എത്തും മുന്നേ വഴിയിൽ നിന്നവരൊക്കെ കൂടി വന്ന് അയാളെ ചീത്ത പറയാൻ തുടങ്ങി. ഇത്രയും സ്പീഡിൽ വരുന്ന കാറിന് ഇത്ര അടുത്ത് നിന്ന് കയ്യും കാണിച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ കുറുകെ ചാടുമോ എന്നും ചോദിച്ച് അവരൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അമ്മാവനാണെ ഞാൻ ഇപ്പം എന്താ പറയാൻ വന്നേന്നുള്ള ഭാവത്തിൽ കണ്ണും മിഴിച്ച് നിൽക്കുന്നു. ആളിൻ്റെ നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട്. എന്നല്ലാതെ ആളിനോ വണ്ടിക്കോ കാര്യമായ കേടുപാടുകളൊന്നുമില്ല. ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അമ്മാതിരി ചവിട്ടാണേ രാജേഷ് ഏട്ടൻ ചവിട്ടിയത്. ടയർ ഉരഞ്ഞ പാട് വരെ റോഡിലുണ്ട്. കൂടി നിന്നവരൊക്കെ തന്നെ ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞപ്പോൾ ആശ്വാസം. ശ്വാസം ഒന്ന് വലിച്ചു വിട്ട് ഞാനും ആതിരയും പരസ്പരം നോക്കി ആശ്വാസത്തോടെ ചിരിച്ചു. വഴി നീളെ ബ്ലോക്ക് തന്നെയായിരുന്നു. വീട്ടിലെത്തുമ്പോഴേക്കും 7 മണിയോട് അടുപ്പിച്ചായിരുന്നു. അപ്പോഴും ആ ആക്സിഡൻറ്റ് നേരിൽ കണ്ടതിൻ്റെ പിടപ്പ് നെഞ്ചിൽ നിന്ന് മാറിയിരുന്നില്ല. വീട്ടിലെത്തിയ ഉടനെ അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ട് മീനുവിൻ്റെ വീട്ടിൽ പോകാനായി ഇറങ്ങണമെന്ന് ഹരിയേട്ടൻ വരുന്ന വഴിയേ പറഞ്ഞിരുന്നു. പക്ഷെ അച്ഛനോടോ അമ്മയോടോ പറയാനൊത്തില്ല. മുഖത്ത് നോക്കിയാലല്ലേ പറയാൻ പറ്റൂ. അച്ഛൻ പതിവ് പോലെ ഞങ്ങളെ കണ്ടത് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി കളഞ്ഞു. അമ്മയാണെ വായിച്ചുകൊണ്ടിരുന്ന ബുക്കിൽ നിന്ന് മുഖം ഉയർത്തുന്നുമില്ല. ഞങ്ങൾ മീനുവിൻ്റെ അവിടേക്ക് പോകട്ടെ അമ്മ എന്ന് ഞാൻ ചോദിച്ചിട്ടും കേട്ട ഭാവവും. അമ്മ വായിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഒന്നും ശ്രദ്ധിക്കില്ല ദേവു. നാരായണീയവും ഭാഗവതവും ഒന്നും വായന ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ലെന്ന് അമ്മ പറയാറുണ്ട്. ആകാശം ഇടിഞ്ഞു വീണാലും എഴുന്നേൽക്കാൻ പാടില്ല അത്രേ. അതാണ്, പറയാൻ നിൽക്കണ്ട, നമുക്കിറങ്ങാം. ഹരിയേട്ടൻ പറഞ്ഞു നിർത്തിയതും ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. അമ്മ വായിച്ചുകൊണ്ടിരുന്ന പേജ് കമിഴ്ത്തി വെച്ച് ഞങ്ങളുടെ രണ്ടാളുടെയും മുഖത്ത് പോലും നോക്കാതെ എഴുന്നേറ്റ് ഫോൺ എടുക്കാനായി പോയി. ആകാശം ഇപ്പോൾ ഇടിഞ്ഞു വീണോ ആവോ എന്ന ചോദ്യം നോട്ടത്തിൽ നിറച്ച് ഞാൻ ഹരിയേട്ടനെ നോക്കുമ്പോൾ ആളെന്നെ നോക്കാൻ വയ്യാതെ മുഖം മാറ്റി നിൽപ്പുണ്ട്. വാ നമുക്കിറങ്ങാം. നമ്മൾ വരാൻ താമസിച്ചില്ലേ? ഇടയ്ക്ക് അമ്മയെ വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും വിട്ടുപോയി. അതിൻ്റെ ദേഷ്യമാകും. ഹരിയേട്ടൻ വന്നിട്ട് കൈപിടിച്ച് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ഞാൻ ആളുടെ പിറകെ ഇറങ്ങിച്ചെന്നു. മീനുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയും അച്ഛമ്മയും അവിടെ ഉണ്ടായിരുന്നു. അച്ഛനെ കണ്ടില്ല.
എവിടെയോ പോയെന്ന് അമ്മ പറഞ്ഞു. ഇല്ലെങ്കിലും അച്ഛൻ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. അമ്മയെ കണ്ടപ്പോൾ ആ ചുണ്ടുകൾ നെറ്റിയിൽ പതിഞ്ഞപ്പോൾ കിട്ടിയ ആശ്വാസം ഉണ്ടല്ലോ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്ര ആശ്വാസവും സന്തോഷവുമാണ് കിട്ടിയത്. അമ്മയെ ചുറ്റിപ്പിടിച്ചു. വിശേഷങ്ങൾ പറഞ്ഞ് കുറേ നേരം അമ്മയുടെ അടുത്ത് നിന്നു മാറാതെ നിന്നു. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാണ് മീനുവിനെ ഒറ്റയ്ക്ക് കിട്ടിയത്. അമ്മായിയുടെ കൂതറ സ്വഭാവത്തെക്കുറിച്ച് വിശദമായി തന്നെ പറയാൻ അപ്പോഴാണ് അവളെ ഒത്തുകിട്ടിയത്. കുറച്ചൊക്കെ അവളോട് മുന്നേ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പം നീ പറഞ്ഞിട്ടും ഹരിച്ചേട്ടൻ വിശ്വസിച്ചില്ല അല്ലേ? അല്ല, പുള്ളിക്കാരനെ കുറ്റം പറയാൻ പറ്റില്ല. നിന്നെ ആ പൂതന സ്നേഹിച്ചു കൊല്ലുന്നതല്ലേ അങ്ങേര് കണ്ടിട്ടുള്ളൂ. തേൻ ഒലിപ്പിച്ച് ഓരോന്ന് പറയുന്നതല്ലേ കേട്ടിട്ടുള്ളൂ. അപ്പം പിന്നെ നീ പറഞ്ഞതൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഞാൻ അവൾ ആ പറഞ്ഞതിനും വെറുതെ മൂളി. അവരെ ഇങ്ങനെ വിട്ടാലും പറ്റില്ല. ആദ്യം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പിന്നീട് നേരിട്ട് പോര് തുടങ്ങില്ലെന്ന് ആര് കണ്ടു? നാളെ അവരങ്ങനെ ചെയ്താൽ ഹരിച്ചേട്ടനെങ്കിലും നിൻ്റെ ഒപ്പം വേണം. ഇല്ലെങ്കിൽ നീ വിഷമിച്ച് പോകും മോളെ. അതെനിക്കറിയാം, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ നിരാശപ്പെട്ട് താടിക്ക് കൈ കൊടുത്തിരുന്നു. അവൾ അവിടെ താടിയിൽ വിരൽ കുത്തിയിരുന്ന് കലുങ്കുഷമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഞാൻ പുറത്തെ കട്ട പിടിച്ച് ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. ഞാനും മീനുവും കൂടി അടുക്കളപ്പുറത്തെ പടിയിൽ ഇരിപ്പാണ്. അമ്മയും മാമിയും കൂടി പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെക്കുന്നു. ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴേ അച്ഛമ്മ അപ്പുറത്തേക്ക് പോയിരുന്നു. അച്ഛനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് പറഞ്ഞത് അച്ഛൻ ആരെയോ കാണാൻ പോയിരിക്കുകയാണെന്ന്. എന്നാൽ പിന്നെ അച്ഛൻ വന്നിട്ട് പോകാമെന്നായി ഹരിയേട്ടൻ. അതുകൊണ്ടാണിപ്പോൾ മീനുവിനോട് ഇങ്ങനെ സംസാരിക്കാൻ ഇത്തിരി സമയം കിട്ടിയത്. ഹരിയേട്ടൻ മധുവിനോടും മാമനോടും സംസാരിച്ചിരിപ്പുണ്ട്. ഞാൻ തല ചെരിച്ച് മീനുവിനെ നോക്കിയപ്പോൾ അവിടെ ആലോചന തന്നെ. എടി, ഒരു വഴിയുണ്ട്. കുറച്ച് സമയത്തെ ആലോചന കഴിഞ്ഞ് അവളെന്നെ തോണ്ടി വിളിച്ചു. എന്താടി? ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു. കുറച്ച് ചീപ്പാണ്. അവൾ മുഖവരയിടുന്നു. അവൾ ചീപ്പെന്ന് പറയുന്നെങ്കിൽ അതെന്തോ തറ പരിപാടി ആവണം. എങ്കിലും അവളുടെ ഐഡിയ എന്താണെന്ന് അറിയാൻ വേണ്ടി ചെവി വട്ടം പിടിച്ചിരുന്നു. നിങ്ങൾ വീട്ടിലില്ലാത്തപ്പോൾ അവർ നിന്റെ കുറ്റം പറയുന്ന ഉറപ്പാണോ? എന്തുണ്ടെങ്കിലും വെട്ടിത്തുറന്ന് പറയുന്നവളാണ്. ഇതൊരുമാതിരി പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലീസുകാരെ പോലെ. ഞാൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. നീ പറ, എന്നിട്ട് ഞാനൊരു ഐഡിയ പറയാം. അങ്ങനെ ചോദിച്ചാൽ ഞാൻ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോഴാണ് അവർ രണ്ടാളും കൂടി സിറ്റ് ഔട്ടിലിരുന്ന് ശബ്ദം താഴ്ത്തി എൻ്റെ കുറ്റം പറയുന്നത്. പിന്നെ കിടന്ന ശേഷം ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് മുറിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ 1 or 2 വട്ടം കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾ അവിടെ ഇല്ലാത്തപ്പോൾ ഉറപ്പായും പറയണമല്ലോ. പറയായിരിക്കും. അല്ല, അതാണല്ലോ എൻ്റെ പ്രശ്നം. എന്നെ അവർക്കിഷ്ടമല്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇല്ലാത്തതൊക്കെ പറയുന്നത്. എന്നെ മാത്രമല്ല, എൻ്റെ വീട്ടുകാരെ. അതാണ് എനിക്ക് ഏറ്റവും വിഷമം. അവർക്ക് എന്നോടിനി എങ്ങനെ ഇഷ്ടം വരാനാണ് മീനു? ഓരോ ദിവസം കഴിയും തോറും അവരെന്നെക്കുറിച്ച് പറയുന്നതൊക്കെ കൂടി വരികയാണ്. ഇപ്പം കേൾക്കാതെ പറയുന്നതൊക്കെ നാളെ നേരിട്ടാവും പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയപ്പോഴേ ഇങ്ങനെ. അപ്പോൾ കുറച്ചുകൂടി ആകുമ്പോൾ എന്താവും? എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലടി. ഹരിച്ചേട്ടൻ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും നീയൊന്നും കാര്യമാക്കണ്ട. ഹരിയേട്ടൻ എൻ്റെ കൂടെ ഇല്ലെങ്കിലോ? ഞാൻ പറഞ്ഞിട്ട് പോലും വിശ്വസിക്കുന്നില്ലല്ലോ. അതല്ലേ? എനിക്ക് അത് ഓർക്കുമ്പോഴാണ് വിഷമം ഇരട്ടിക്കുന്നത്. അതിനുള്ള വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിന്നെ അമ്മായിക്ക് ഈ കാണിക്കുന്ന പോലുള്ള സ്നേഹമൊന്നും ഇല്ലെന്നും ഒളിച്ചും പാത്തും ചീത്ത പറയാറുണ്ടെന്നും ഹരിച്ചേട്ടനെ അറിയിക്കാനുള്ള വഴി. എന്താടി? കുറേ നേരമായി നീ ഒന്ന് പറയുന്നുണ്ടോ? അക്ഷമയിൽ എൻ്റെ ഒരു ശബ്ദം അല്പം ഉയർന്നു പോയി. എന്താടി അവിടെ? അടുക്കളയിൽ നിന്ന് മാമി വിളിച്ചു ചോദിച്ചു. ഒന്നുമില്ലമ്മ, ഞങ്ങൾ പഴയ കോളേജിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. മീനു എൻ്റെ കയ്യിൽ പിടിച്ചമർത്തി കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് മാമിയോട് വിളിച്ചു പറഞ്ഞു. നീ പറയും മീനു. ഞാൻ ഒച്ച താഴ്ത്തി. ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ, റെക്കോർഡിംഗ്. അവളും സ്വകാര്യം പോലെ എൻ്റെ ചെവിയിൽ പറഞ്ഞു. അയ്യടി, നിന്റെ പൊട്ട ചാനലിട്ട് അമ്മായിയെ വൈറലാക്കാനോ? ഞാൻ അവളെ നോക്കി ചിറി കൂട്ടി. അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇടയ്ക്ക് ഓരോ കോപ്രായങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അവൾ അതിലിടാറുമുണ്ട്. അവൾക്കും അവളുടെ കുറച്ച് ഫ്രണ്ട്സിനും എന്നെപ്പോലെ ഹതഭാഗ്യരായ കുറച്ച് കസിൻസിനും അല്ലാതെ അങ്ങനെ ഒരു ചാനലുള്ള കാര്യം വേറെ ആർക്കെങ്കിലും അറിയുമോ എന്ന് പോലും സംശയമാണ്. ഞങ്ങളെയൊക്കെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഫോളോ ചെയ്യിപ്പിച്ചത് കൊണ്ട് 100-നടുപ്പിച്ച ഫോളോവേഴ്സ് ഉണ്ടെന്ന് മാത്രം. അമ്മായിയുടെ ചീത്തവിളി റെക്കോർഡ് ചെയ്ത് അതിലിട്ട് അവളുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനാണാവോ? അല്ല, ഇപ്പം ഇതൊക്കെയാണല്ലോ വൈറലാകാനുള്ള കണ്ടൻസ്. അതല്ലടി പോത്തെ. അവൾ എൻ്റെ തോളത്തടിച്ചപ്പോൾ പിന്നെ എന്താന്നുള്ള ഭാവത്തിൽ ഞാൻ അവളെ നോക്കി കണ്ണുമിടിച്ചു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതേപോലെ നിങ്ങൾ വായിക്കുന്ന കഥ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.
ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ.